ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. തെരഞ്ഞെടുപ്പിൻ്റെ കാലമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസിനെ നയിക്കുന്നത് ഒരു നേതാവല്ല, രണ്ട് നേതാവല്ല, 3 നേതാക്കൾ കൈയോട് കൈ മെയ്യോട് മെയ് ചേർന്ന് നിന്നാണ് എന്നാണ് ഹൈക്കമാൻഡ് നമ്മെ ബോധ്യപ്പെടുത്തി തിരിച്ചു പോയത്. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പിന്നെ KPCC പ്രസിഡന്റ് സുധീരനും ചേർന്ന് നിന്നാണ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നയിക്കുക. എന്നാൽ പുതിയ നിലവാരത്തിലെ ചില മാറ്റങ്ങൾ കോൺഗ്രസിൽ സംഭവിക്കുന്നുവോ? അളമുട്ടിയാൽ പാമ്പും കടിക്കും എന്നൊരു പ്രയോഗമുണ്ട്. കോൺഗ്രസിനെ പാമ്പ് കടിച്ചുവോ? കാരണം ഉമ്മൻചാണ്ടിയുടെ പല നടപടികളോടും വിയോജിപ്പുള്ള നേതാവാണ് VM സുധീരൻ. VM സുധീരൻ്റെ ആദർശ പരിവേഷത്തിന് യോജിക്കുന്ന നടപടികളല്ല പ്രായോഗികവാദിയായ ഉമ്മൻചാണ്ടി കൈക്കൊണ്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ പല ഘട്ടങ്ങളിലും സരിതായാനത്തിൻ്റെ കാലഘട്ടത്തിലും സോളാർ ചൂടിൻ്റെ കാലഘട്ടത്തിലുമൊക്കെ VM സുധീരൻ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടിരുന്നു എന്ന് നമുക്കറിയാം. ഇപ്പോഴിതാ അളമുട്ടിയ VM സുധീരൻ കോൺഗ്രസിനെ കടിക്കുക തന്നെ ചെയ്തു. കരുണ എസ്റ്റേറ്റ് പ്രശ്നത്തിലാണ് സുധീരൻ കോൺഗ്രസിനെ കടിച്ചിരിക്കുന്നത്. ഏതായാലും ഗൗരവതരമായ ഒരു ടേൺ ഓഫ് ഇവൻറ്റ്സ്, സംഭവങ്ങളുടെ ഒരു പരിണിതി ആയി അത് മാറിക്കൂടായികയില്ല. തൻ്റെ വിയോജിപ്പിന് ശേഷവും യോഗം ചേർന്ന് കരുണ എസ്റ്റേറ്റിൻ്റെ കാര്യത്തിൽ അറ്റോർണി ജനറലിൻ്റെ അഭിപ്രായം തേടാമെന്നാണ് ഇന്നലെ ഉമ്മൻചാണ്ടി വിചാരിച്ചത്. അദ്ദേഹം ഉന്നതതല യോഗം കൂടുകയും അറ്റോർണി ജനറലിൻ്റെ അംഗീകാരത്തോടെ കരുണ എസ്റ്റേറ്റിൻ്റെ നടപടിക്ക് സാധൂകരണം തേടാം എന്നുമാണ് ഉമ്മൻചാണ്ടി കരുതിയത്. അറ്റോർണി ജനറൽ എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ അപരൻ തന്നെയാണ് എന്ന് നമുക്കെപ്പോഴും അറിയാം. സത്യത്തിൽ അഴിമതി കേസുകളിലൊക്കെ ഉമ്മൻചാണ്ടിക്കൊപ്പം നിഴൽ പോലെ നിന്ന്, മനസ്സാക്ഷി പോലെ നിന്ന് അദ്ദേഹത്തെ കോടതിയിൽ സഹായിച്ചുകൊണ്ടേയിരുന്നയാളാണ് നമ്മുടെ AG. അതുകൊണ്ട് AGയുടെ അഭിപ്രായം ആരായാം എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ അഭിപ്രായം മറ്റൊരു അപരനിലൂടെ പുറത്തേക്ക് വരുത്താം എന്നതിൽ കവിഞ്ഞ് അതിന് യാതൊരർത്ഥവുമില്ല എന്ന് മലയാളികൾക്കൊക്കെ അറിയാം. അതാണ് AGയും ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള നാഭീനാള ബന്ധം ആശയരംഗത്ത്. AGയുടെ അഭിപ്രായം തേടിയിട്ട് കാര്യമില്ല എന്ന നിലയ്ക്ക് VM സുധീരൻ ഒരിക്കൽ കൂടി കോൺഗ്രസ് അധികാര നേതൃത്വത്തെ വിറപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു. മാധ്യമം എന്ന പത്രം അത് 1-ാം പേജിൽ പ്രധാന വാർത്തയായി തന്നെ തരുന്നു. കാണുക, കരുണ എസ്റ്റേറ്റ് നിലപാട് തിരുത്തിയില്ലെങ്കിൽ പാർട്ടിയുടെ പിന്തുണ ഉമ്മൻചാണ്ടിക്കുണ്ടാകില്ല എന്നാണ് VM സുധീരൻ നിലപാടെടുത്തിരിക്കുന്നത്. ഉമ്മൻചാണ്ടി, ചെന്നിത്തല, സുധീരൻ എന്നിവരാണ് നയിക്കുന്നതെങ്കിൽ സുധീരൻ ഉമ്മൻചാണ്ടിക്ക് ഈ നിലപാടെടുക്കുന്നത് വഴി സത്യത്തിൽ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും അധികാരത്തിൻ്റെ മേഖലയിലേക്ക് മാറുകയും പാർട്ടിയുടെ മേഖലയിൽ നിന്നുകൊണ്ട് അധികാരത്തിൻ്റെ മേഖലയെ സുധീരൻ ഭയപ്പെടുത്തുകയും ചെയ്യുന്ന ഒരവസ്ഥ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, AGയെ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരാൾ എന്ന് അദ്ദേഹം വിലയിരുത്തിയിരിക്കുന്നു. ഇതേ AGയെ തന്നെ സത്യത്തിൽ ഭൂമാഫിയയുടെ ദല്ലാളി എന്നാണ് VD സതീശനെ പോലെയുള്ള, പ്രതാപനെ പോലെയുള്ള ആളുകൾ KPCCയുടെ യോഗത്തിൽ വിശദീകരിച്ചത്. ആ സാഹചര്യത്തിൽ AGയെ വിശ്വസിക്കാനാവില്ല, കൊള്ളകൾക്ക് കൂട്ടുനിൽക്കാൻ ഈ പാർട്ടിയെ കിട്ടില്ല എന്നുകൂടി കോൺഗ്രസിൻ്റെ അനിഷേധ്യ നേതാവ് KPCC പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടിരിക്കുന്നു. മാധ്യമത്തിൻ്റെ വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്രകാരം: കരുണ എസ്റ്റേറ്റിന് നികുതി അടയ്ക്കാൻ നൽകിയ ഉത്തരവിനെതിരെ KPCC ഭാരവാഹി യോഗത്തിൽ പ്രസിഡന്റ് VM സുധീരൻ സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു. ഉത്തരവ് അടിയന്തിരമായി പിൻവലിക്കാത്ത പക്ഷം പാർട്ടിയുടെ പിന്തുണ സർക്കാരിനുണ്ടാകില്ല എന്ന് അദ്ദേഹം തുറന്നടിച്ചു. സർക്കാരിനെ ആരോപണങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ താൻ നടത്തിയ ജനരക്ഷാ മാർച്ചിലൂടെ സാധിച്ചിട്ടുണ്ട്. എന്നാൽ പുതിയ ഉത്തരവുകൾ സർക്കാരിന് മേൽ വീണ്ടും അഴിമതിയുടെ നിഴൽ വീഴ്ത്തുന്നു. ഇതിനു പിന്നിൽ കളികളുണ്ട്. മെത്രാൻ കായൽ നികത്താൻ അനുമതി നൽകിയതും ഇതേ കളികളുടെ ഭാഗം തന്നെയാണ്. സോളാർ, സരിത വിഷയങ്ങളിൽ മന്ത്രിമാരെ റോഡിലിട്ട് വലിച്ചിഴച്ചപ്പോൾ പാർട്ടി അവർക്കൊപ്പം നിന്നു. ന്യായമായ കാര്യങ്ങളിൽ കൂടെ നിൽക്കാം, എന്നാൽ ഇത്തരം കൊള്ളകൾക്ക് കൂട്ടുപിടിക്കാൻ പാർട്ടിയെ കിട്ടില്ല എന്നുകൂടി അദ്ദേഹം പറയുമ്പോൾ VM സുധീരൻ പറയുന്നത് ഈ പാർട്ടിയെ ഇതേമാതിരി നിലനിർത്തിയത് താനാണ്, താൻ മാത്രമാണ്.
സോളാർ സരിത വിഷയങ്ങളിൽ, സോളാർ കേസിലും അതുപോലെ തന്നെ ബാർക്കോഴ കേസിൻ്റെയും കാര്യങ്ങളിൽ ആ സാഹചര്യങ്ങൾ വന്നപ്പോൾ ആ വിഷയങ്ങളിൽ പാർട്ടി ആടിയുലഞ്ഞപ്പോൾ, ഭരണം തന്നെ ആടിയുലഞ്ഞപ്പോൾ ജനങ്ങളുടെ ഇടയിൽ പാർട്ടിയെ നിലനിർത്താൻ സഹായിച്ചത് തൻ്റെ ജനരക്ഷായാത്രയാണ്. എത്ര ശരിയായി അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നു. കോൺഗ്രസിൻ്റെ രക്ഷായാത്ര മാത്രമാണ് ഇത് എന്നും ജനരക്ഷായാത്രയല്ല ഇത് എന്നും അന്ന് വിമർശകർ അഭിപ്രായം ഉന്നയിച്ചിരുന്നു. അത് ശരിയാണ് എന്ന് പ്രസിഡന്റ് തന്നെ തുറന്നു പറയുന്നതിന് തുല്യമായി സുധീരൻ്റെ നിലപാട്. അങ്ങനെ ജനരക്ഷായാത്രയിലൂടെ താൻ രക്ഷപ്പെടുത്തിയ ഈ പാർട്ടിയെ ഒരിക്കൽ കൂടി തകർച്ചയ്ക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ഉമ്മൻചാണ്ടിയുടെയും ആ വിഭാഗത്തിൻ്റെയും അഴിമതി താൽപ്പര്യത്തിനു മുന്നിൽ എന്നാണ് സുധീരൻ തുറന്നടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ തമ്മിലടിച്ച് മുങ്ങാം, അല്ലെങ്കിൽ സുധീരൻ്റെ ഈ നിലപാടെടുത്തുകൊണ്ട് സുധീരൻ മുന്നോട്ട് പോയിക്കൊണ്ട് ഒരു കളി ഈ തെരഞ്ഞെടുപ്പിൽ നോക്കാം, ഒരു കൈ നോക്കാം എന്ന അവസ്ഥ എത്തിയിരിക്കുന്നു. ഏതായാലും ഹൈക്കമാൻഡ് നിർദ്ദേശിച്ച നേതൃത്രയമുണ്ടല്ലോ, അത് പൊളിഞ്ഞ് പാളിഷായിരിക്കുന്നു. ഇനി ഉമ്മൻചാണ്ടി ഇതിനെ എങ്ങനെയാണ് ഇന്ന് നേരിടാൻ പോകുന്നത് എന്ന് നമുക്ക് കാണാം. തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന സാഹചര്യത്തിലാണ് സുധീരൻ്റെ ഈ ആഞ്ഞടി ഉണ്ടായിരിക്കുന്നത്. AK ആൻ്റണി ആർക്കൊപ്പം നിൽക്കാൻ പോകുന്നു എന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടെത്താനാകും. ഒരു വശത്ത് സുധീരൻ്റെ ആക്രമണം നടക്കുമ്പോൾ മറുവശത്ത് പഴയ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുടെ യോഗം, പഴയ നേതാക്കന്മാരുടെ യോഗം കൂടുകയും ആ യോഗത്തിൽ ഇപ്പോഴുള്ള നേതാക്കൾ മാറിക്കൊടുക്കാതെ പുതിയ ആളുകൾക്ക് രംഗപ്രവേശം നടത്താൻ കഴിയുകയില്ല, വയസ്സന്മാർ മാറുക, യുവാക്കൾക്ക് അവസരം സൃഷ്ടിക്കുക എന്ന് ആ വിഭാഗം ആ യോഗ തീരുമാനം പത്രങ്ങളിൽ വന്നിരിക്കുന്നു. കാണുക. കോൺഗ്രസിൽ അവസരത്തിനായി ഗ്രൂപ്പില്ലാതെ യുവ നേതാക്കളെന്ന ശീർഷകത്തിൽ മനോരമ വർത്തമാനം പുറത്ത് വാർത്ത തരുന്നു. കോൺഗ്രസിൻ്റെ പഴകിമടുത്ത മുഖങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിന്ന് യുവതലമുറയ്ക്ക് അവസരം നൽകണമെന്ന ആവശ്യവുമായി യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ വലിയ ഉന്നത നേതാക്കളെ കണ്ടിരിക്കുന്നു. ആൻ്റണിയെ തന്നെ അവർ കാണുകയുണ്ടായി. മാത്യു കുഴൽനാടൻ്റെ നേതൃത്വമാണ് അതിന് പിന്നിൽ ഉണ്ടായിരുന്നത്. 20കളിൽ പാർലമെൻറ്റ് രംഗത്തേക്ക് കടന്നു വന്നവർ ഷഷ്ട്യബ്ദ പൂർത്തി കഴിഞ്ഞിട്ടും യുവാക്കളെന്ന് ഭാവിച്ച് തുടരുന്നത് ലജ്ജാവഹമാണ് എന്നുകൂടി പറയുമ്പോൾ ആർക്കൊക്കെ നേരെയാണ് മാത്യു കുഴൽനാടൻ വിരൽ ചൂണ്ടിയിരിക്കുന്നത് എന്ന് വ്യക്തമാകുന്നു. ആ നിലയ്ക്ക് രണ്ട് തരം ആക്രമണത്തിന് ശരവ്യമാകുന്ന അവസ്ഥയിലേക്ക് തെരഞ്ഞെടുപ്പിൻ്റെ ആസന്ന ഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടി മാറുന്നു എന്നതാണ് ഇന്നത്തെ വാർത്തയുടെ സവിശേഷത. ഇന്ത്യയിലേക്ക് പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറിയ ഭീകരരുടെ എണ്ണം 10 എന്നാണ് പാകിസ്ഥാൻ തന്നെ ഔദ്യോഗികമായി ഇന്ത്യയെ അറിയിച്ചത്. 10 പേർ നുഴഞ്ഞു കയറി അപ്പുറത്തേക്ക് വന്നിട്ടുണ്ട്, വേലി നുഴഞ്ഞ് അപ്പുറത്തേക്ക് വന്നിട്ടുണ്ട്, അതുകൊണ്ട് അവരെ ശ്രദ്ധിക്കണം എന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ട് പാകിസ്ഥാൻ ഇന്ത്യക്ക് കൈമാറി. ആ 10 പേര് എവിടെയൊക്കെയാണ്? അവരിലിപ്പോൾ എത്ര പേർ ജീവിച്ചിരിക്കുന്നു? മാതൃഭൂമിയുടെ ലീഡ് വാർത്ത അതുമായി ബന്ധിപ്പിച്ച സർക്കാരിൻ്റെ നിലപാടാണ് കാണുക. ഇന്ത്യയിൽ നുഴഞ്ഞു കയറിയ 3 ഭീകരരെ വധിച്ചു കഴിഞ്ഞിരിക്കുന്നു. 10ൽ 3 പേരെ വധിച്ചു, ബാക്കി 7 പേരുണ്ട്. അവർക്കായി തിരച്ചിൽ നടക്കുന്നു. മുന്നറിയിപ്പ് തന്നത് പാകിസ്ഥാൻ തുടങ്ങിയ വാർത്തകൾ മാതൃഭൂമി എത്തിക്കുന്നു. ഇതെല്ലാം സർക്കാർ ഭാഷ്യമാണ്. എത്രത്തോളം ശരി തെറ്റ് എന്ന കാര്യമൊന്നും ഭീകരവാദികളുടെ കാര്യത്തിൽ നമുക്ക് ഉറപ്പിച്ചുകൂടാ. വാർത്ത കാണാം. മാർച്ച് 6-ന് ഗുജറാത്തിൽ നുഴഞ്ഞു കയറിയ 10 പാകിസ്ഥാനി ഭീകരരിൽ 3 പേരെ കണ്ടെത്തി സുരക്ഷാസേന വധിച്ചു. വെള്ളിയാഴ്ചയാണ് ഇവരെ വധിച്ചത്. ഇന്ത്യയിലെ അതിപ്രധാന കേന്ദ്രങ്ങൾ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടെ എത്തിയവരാണിവർ. രാജ്യത്ത് ആക്രമണം നടത്തും മുമ്പേ 3 ഭീകരരെ സുരക്ഷാസേനകൾ വധിച്ചതായി ഉന്നതാധികാരികൾ അറിയിച്ചു. ബാക്കിയുള്ള 7 പേരും എവിടെയെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇവരെ കീഴടക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ്. ഏറ്റുമുട്ടൽ തുടരുന്നതിനാൽ കൂടുതൽ വിവരങ്ങൾ നൽകാനാവില്ല എന്ന് അധികാരികൾ അറിയിച്ചു. 3 പേരെ വധിച്ചു, ബാക്കി 7 പേര് എവിടെയാണെന്ന് സ്പോട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. അവരെയും വധിക്കാനുള്ള ശ്രമങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നൊക്കെയാണ് സർക്കാർ പറയുന്നത്. ഇത് സർക്കാരിൻ്റെ ഭാഷ്യമാണ്. എത്രമാത്രം വിശ്വാസ്യമാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചുകൂടാ. ആ ഉറപ്പില്ലായ്മ ഹിന്ദുവും ഈ വാർത്ത ലീഡാക്കുമ്പോൾ നമ്മോട് പറയുന്നത് കാണുക. ഗവൺമെൻറ് സേസ് 3 of 10 ടെററിസ്റ്റ് കിൽഡ്. 10 പേരിൽ 3 പേർ കൊല ചെയ്യപ്പെട്ടു എന്ന്
ഗവൺമെൻറ് സെയ്സ്, സർക്കാർ പറയുന്നു. അതിൻ്റെ ഒരു ഉത്തരവാദിത്വവും ഹിന്ദുവിൻ്റെ പത്രാധിപ സമിതി ഏറ്റെടുക്കുന്നില്ല എന്നാണ് അതേ സംബന്ധിച്ച ലീഡ് വാർത്ത. മാതൃഭൂമിയെ മാതിരി തന്നെ ഈ വിശേഷം ലീഡ് വാർത്തയാക്കിയിരിക്കുന്ന ഹിന്ദുവിന് പക്ഷേ ഇതൊരു സർക്കാർ ഭാഷ്യം മാത്രമാണ് എന്ന് അതിൻ്റെ ശീർഷകത്തിലൂടെ തന്നെ മാലോകരെ അറിയിക്കുന്നു. ഗവൺമെൻറ് സെയ്സ് എന്നാണ് പറയുന്നത്, അല്ലാതെ ഞങ്ങൾക്ക് അക്കാര്യത്തിൽ പ്രത്യേകിച്ച് ഉറപ്പൊന്നും ലഭിച്ചിട്ടില്ല എന്ന കാര്യം മറച്ചു വയ്ക്കുന്നില്ല ഹിന്ദു. ലോകത്തെ തന്നെ ഞെട്ടിച്ച ഒരു ബാങ്ക് കൊള്ളയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ബംഗ്ലാദേശിൽ അരങ്ങേറിയത്. ബംഗ്ലാദേശ് പട്ടിണിക്കാരുടെയോ അർദ്ധപട്ടിണിക്കാരുടെയോ ഒരു ദരിദ്ര രാജ്യമാണ് എന്ന് നമുക്കറിയാം. ആ ദരിദ്ര രാജ്യത്തിന് താങ്ങാൻ കഴിയുന്നതല്ല 680 കോടി രൂപയുടെ ഒറ്റയടിക്കുള്ള ബാങ്ക് കൊള്ള. ചെറിയ തുകയല്ല, അത്ര വലിയൊരു ബാങ്ക് കൊള്ള ബംഗ്ലാദേശിൽ നടന്നിരിക്കുന്നു. ബാങ്ക് കൊള്ള നടന്നു എന്നത് മാത്രമല്ല, ആധുനിക വിവര സാങ്കേതിക വിദ്യയുടെ സങ്കേതം ഉപയോഗിച്ചാണ് 680 കോടി രൂപ അവരുടെ പ്രധാനപ്പെട്ട ബാങ്കിൽ നിന്ന് പിൻവലിച്ചത് എന്നുകൂടി കേൾക്കുമ്പോൾ ഒരു സിനിമാ കഥയുടെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള സംഘർഷ ബന്ധുരത ആ വാർത്തയുടെ പിന്നിലുണ്ട്. അതിന് അതിൻ്റേതായ ഒരു പ്രത്യേകതയും നൽകുന്നു. അതുകൊണ്ട് തന്നെയാകാം മലയാള മനോരമ ഈ വലിയ വാർത്ത, ഈ വലിയ ബാങ്ക് കൊള്ളയുടെ വാർത്ത ഒന്നാം പേജിലെ ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു. കാണുക, ലോകത്തെ ഞെട്ടിച്ച് സൈബർ ബാങ്ക് കൊള്ള, 680 കോടി കടത്തി. ബംഗ്ലാദേശ് സെൻട്രൽ ബാങ്ക് ഗവർണർ രാജിവെച്ചു. പണം കടത്തിയത് ഫിലിപ്പൈൻസിലേക്കും ശ്രീലങ്കയിലേക്കുമെന്നാണ് ഈ വാർത്ത പറയുന്നത്. വാർത്തയുടെ വിശേഷങ്ങളിലേക്ക് നമുക്കിങ്ങനെ പോകാം. ഇൻ്റർനെറ്റ് ബാങ്കിങ് വിവരങ്ങൾ ചോർത്തി ബംഗ്ലാദേശ് സെൻട്രൽ ബാങ്കിൻ്റെ വിദേശ കരുതൽ നിക്ഷേപത്തിൽ നിന്ന് 10.10 കോടി $, അതായത് 680 കോടി ഇന്ത്യൻ രൂപ കൊള്ളയടിച്ചു. ബംഗ്ലാദേശ് ഭരണകൂടത്തെ നാണം കെടുത്തിയ സൈബർ കൊള്ളയെ തുടർന്ന് ബാങ്ക് ഗവർണർ അതി ഉർ റഹ്മാൻ രാജിവെച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്ക് കൊള്ളകളിൽ ഒന്നാണിത്. ഒരു രാജ്യത്തിൻ്റെ സെൻട്രൽ ബാങ്ക് ഇത്തരത്തിൽ കൊള്ളയടിക്കപ്പെടുന്നതും ഇതാദ്യ സംഭവമാണ്. ആദ്യ സംഭവമായിരിക്കുന്നു എന്നത് മാത്രമല്ല, വിവരസാങ്കേതിക വിദ്യയുടെ സൂക്ഷ്മ വശങ്ങളിലുള്ള അത്യുഗ്രമായ ജ്ഞാനം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കൊള്ള നടന്നിരിക്കുന്നത്. മറ്റ് രാജ്യങ്ങളും ഇതേ സംബന്ധിച്ച് ആശങ്ക ഉള്ളതുകൊണ്ടാകാം മനോരമ ഇത് പ്രധാനപ്പെട്ട വാർത്തയാക്കുന്നത്. അതുമാത്രമല്ല, സൈബർ ബാങ്ക് കൊള്ള, ഈ 680 കോടി രൂപ പണം, ആ പണം എങ്ങനെയാണ് സെൻട്രൽ ബാങ്കിൽ നിന്ന് പിൻവലിച്ചത് എന്ന കാര്യവും അതിൻ്റെ വിശദാംശങ്ങൾ, അതിൻ്റെ വിവരസാങ്കേതിക വിദ്യ വിശദാംശങ്ങൾ ഇന്ന് മനോരമ ആ വാർത്തയ്ക്കൊപ്പം ഒരു ഇൻസെറ്റിൽ നമുക്ക് തരിക കൂടി ചെയ്തിരിക്കുന്നു. ഇന്നലെ നാരദ ന്യൂസ് എന്ന ഓൺലൈൻ മാധ്യമം പുറത്തുവിട്ട കൈക്കൂലി ദൃശ്യങ്ങൾ നാം കാണുകയുണ്ടായി. ഇന്നലെ പത്രങ്ങൾ അത് റിപ്പോർട്ടായി നമുക്ക് നൽകുകയുണ്ടായി. ആൺ പെൺ ഭേദമന്യേ തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രധാന നേതാക്കൾ, ഒന്നിലധികം എംപിമാരടക്കം ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി ഇനത്തിൽ വാങ്ങിക്കൂട്ടുന്നു. എല്ലാം കൂടി ഏകദേശം 79 ലക്ഷം രൂപയാണ് ഒരു ഡസനോളം നേതാക്കൾ കൈപ്പറ്റിയത്. കൈപ്പറ്റുന്ന ചിത്രം തന്നെ നമ്മെ കാണിച്ചുകൊണ്ട് നാരദ ന്യൂസ് എന്ന ഓൺലൈൻ മാധ്യമം നമ്മെ ഞെട്ടിപ്പിക്കുകയുണ്ടായി. അത് വലിയ ശബ്ദവും ബഹളവുമായി പാർലമെൻറ്റിൽ സ്വാഭാവികം. അങ്ങനെ ആസന്നമായി ഉടലെടുത്ത നാരദ ന്യൂസ് ഒരു ഇന്ത്യൻ വാർത്തയായി പൊടുന്നനെ മാറുകയുണ്ടായി. 2014 മുതൽ അവർ നടത്തിയ ഒരു അന്വേഷണാത്മക റിപ്പോർട്ട് ഫലം കണ്ടു ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക്. അതിൻ്റെ അലയൊലികൾ എത്തിച്ചേർന്നപ്പോൾ അതിനെ സംബന്ധിച്ച് അന്വേഷണം വേണം, നടപടി വേണം എന്ന് കോൺഗ്രസും BJPയും CPMും ഒരുപോലെ പാർലമെൻറ്റിൽ ആവശ്യപ്പെട്ടപ്പോൾ അങ്ങേയറ്റം നഗ്നവും നിർലജ്ജവുമായി പരിണമിച്ചിരിക്കുന്നു തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ സ്വത്വം പാർലമെൻറ്റിൽ. ആ വാർത്തയാണ് ഇന്ന് പത്രലോകം നമുക്ക് തരുന്നത്. പാർലമെൻറ്റ് ശബ്ദായമാനമാവുകയും നിവൃത്തിയില്ലാത്ത പ്രതിരോധത്തിൽ മമതാ ബാനർജിയുടെ പാർട്ടി അഭയം തേടുകയും ചെയ്യുന്ന ചിത്രം ഇന്നലെ പാർലമെൻറ്റിൽ ഉണ്ടായി. ആ വാർത്തയിലേക്ക് നമുക്ക് പോകാം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം.
പാർലമെൻറ്റിൽ ഇന്നലെ തൃണമൂൽ കോൺഗ്രസ് കോഴയിൽ വിയർത്ത് കുളിച്ചു എന്നാണ് പൊതുവൃത്താന്തം പേജിൽ മാധ്യമം വാർത്തയായി തരുന്നത്. മമതയ്ക്കെതിരെ CPM, കോൺഗ്രസ്, BJP എം പിമാർക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചേക്കും AS സുരേഷ് കുമാർ. 5 MP അടക്കം 12 പേർ ലക്ഷങ്ങൾ കോഴ വാങ്ങുന്നതിൻ്റെ ഒളിക്യാമറ ദൃശ്യങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനിടയിൽ തൃണമൂൽ കോൺഗ്രസിനെ കടുത്ത പ്രതിസന്ധിയിലാക്കി. CPM, കോൺഗ്രസ്, BJP എന്നീ പാർട്ടികൾ ഒറ്റക്കെട്ടായി പാർലമെൻറ്റിനകത്തും പുറത്തും തൃണമൂലിനെ കടന്നാക്രമിച്ചു. അങ്ങനെ തൃണമൂൽ അഴിമതി കേസുമായി ബന്ധിപ്പിച്ച് ഒറ്റപ്പെടുത്തപ്പെട്ടു. നമുക്കൊന്ന് ആലോചിക്കാം. 1999 ഇതേ മാത്യു സാമുവൽ തെഹൽക്കയ്ക്ക് വേണ്ടി നടത്തിയ ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ, ഒളിക്യാമറ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അന്ന് ആ കൈക്കൂലി കേസിൽ പ്രതിഷേധിച്ച് NDA എന്ന പാർട്ടി തന്നെ വിട്ടുപോകുന്നയാളാണ് മമതാ ബാനർജി. മമതാ ബാനർജിയും അവരുടെ 9 MP അന്ന് പാർലമെൻറ്റിൽ ഇറങ്ങിപ്പോയി. മമതാ ബാനർജി ഐക്യമുന്നണിയിൽ നിന്ന്, NDA മുന്നണിയിൽ നിന്ന് രാജിവെക്കുകയും ചെയ്തു. അത്ര വലിയ സംഭവഗതികൾക്ക് നേതൃത്വം കൊടുത്ത മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും ഇന്ന് പറയുന്നത് ഈ പുതിയ വെളിവാക്കൽ രാഷ്ട്രീയ പ്രേരിതമായ ഒരാക്ഷേപമാണ്, ഒരു കമ്പ്യൂട്ടർ കളി മാത്രമാണ്. ഈ ദൃശ്യങ്ങൾ അംഗീകരിക്കാനാവില്ല. തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ അത്തരമൊരു നിലപാട് മമതാ ബാനർജി എടുക്കുമ്പോൾ മമതാ ബാനർജിയുടെ വിപ്ലവ പരിവേഷം, യുവത്വ പരിവേഷം ഒക്കെ വീണടിയുന്നു പാർലമെൻറ്റിൽ എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. എല്ലാ സംഭവഗതികൾക്ക് ശേഷവും JNUവിനെ വെറുതെ വിടാൻ ഭാവമില്ല സംഘപരിവാറിനും കേന്ദ്ര സർക്കാരിനും എന്നാണ് അതുമായി ബന്ധിപ്പിച്ച തുടർ വാർത്ത നമ്മൾ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ദേശാഭിമാനിയുടെ ഇന്നത്തെ ലീഡ് വാർത്ത കാണുക. ഈ സംഭവഗതികൾക്കൊക്കെ ശേഷവും, നാണം കെട്ട് മുഖം നഷ്ടപ്പെട്ടതിന് ശേഷവും സംഘപരിവാർ വീണ്ടും JNUവിനെ വേട്ടയാടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. JNU വീണ്ടും കേന്ദ്രത്തിൻ്റെ വേട്ടയാടൽ എന്ന ശീർഷകത്തിൽ ദേശാഭിമാനി അതിൻ്റെ ഏറ്റവും പുതിയ മുഖം, അത്ര സുന്ദരമല്ലാത്ത മുഖം നമുക്ക് കാണിച്ചു തരുന്നു. അതിങ്ങനെ M. അഖിൽ എഴുതുന്നത് കാണുക. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി വേട്ടയാടാൻ ഉറച്ച് കേന്ദ്ര സർക്കാർ. ഫെബ്രുവരി 9 ക്യാമ്പസിൽ നടന്ന പരിപാടിയെക്കുറിച്ച് അന്വേഷിച്ച RSS അനുകൂലികളായ അധ്യാപകരുടെ ഉന്നതാധികാര സമിതി റിപ്പോർട്ട് മറയാക്കി സ്റ്റുഡൻസ് യൂണിയൻ പ്രസിഡന്റ് കനയ്യകുമാർ അടക്കമുള്ളവരെ പുറത്താക്കാനാണ് നീക്കം. കനയ്യകുമാറിനെ 2 സെമസ്റ്ററിലേക്കും തിഹാർ ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള ഉമർ ഖാലിത്ത്, അനിൽ ബെൻ ഭട്ടാചാര്യ എന്നിവരെ പൂർണ്ണമായും പുറത്താക്കാനാണ് നീക്കം. യൂണിയൻ വൈസ് പ്രസിഡന്റ് രാമനാഗം, അശുതോഷ് കുമാർ എന്നിവരെയും 2 സെമസ്റ്ററിലേക്ക് പുറത്താക്കിയേക്കും. അങ്ങനെ പ്രതികാര നടപടിയിലേക്കാണ് മോദിയും സംഘപരിവാരവും ഈ കാര്യത്തിൽ നീങ്ങുന്നത് എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ഒരു BJP MLAയുടെ സാഹസിക ശ്രമങ്ങൾ, അയാൾ ഒറ്റയടിക്ക് ഒരു കുതിരയുടെ കാല് അടിച്ചൊടിക്കുന്നതിൻ്റെ ചിത്രമടക്കം ദേശാഭിമാനി ഒരു കൗതുകം എന്ന് വിശേഷിപ്പിക്കാവുന്ന വാർത്ത ഇന്ന് 1-ാം പേജിൽ തന്നിരിക്കുന്നു. അതുകൊണ്ട് മാത്രമല്ല, BJPയുടെ MLAയുടെ അഴിഞ്ഞാട്ടവും ഇതിലൂടെ വെളിവാക്കപ്പെടുന്നു കാണുക. BJP MLA കുതിരയുടെ കാൽ തല്ലി ഒടിച്ചു. ഉത്തരാഖണ്ഡിൽ പോലീസ് സേനയുടെ ഭാഗമായ കുതിരയുടെ കാൽ BJP MLA തല്ലിയൊടിച്ചു. മസൂറിയിൽ നിന്നുള്ള MLA ഗണേഷ് ജോഷിയാണ് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിനിടെ വടികൊണ്ട് കുതിരയുടെ കാൽ തല്ലി ഒടിച്ചത്. അങ്ങനെ അടികൊണ്ട് കാൽ തല്ലി ഒടിക്കുന്ന ചിത്രവും MLA ഒടിക്കുന്ന ചിത്രവും ഇന്ന് ദേശാഭിമാനി നമുക്ക് വിശദമാക്കി തന്നെ 1-ാം പേജിൽ തരുന്നു. JNUവിൽ കനയ്യകുമാർ വിളിച്ച മുദ്രാവാക്യങ്ങൾ ഗൗരവ സ്വഭാവത്തോടു കൂടിയ മുദ്രാവാക്യങ്ങളാണ്. ദാരിദ്ര്യത്തിൽ നിന്ന് ഉള്ള ആസാദി, മോചനം, ജന്മിത്വത്തിൽ നിന്നും മുതലാളിത്തത്തിൽ നിന്നും ജാതീയതയിൽ നിന്നും മോചനം. ഇവയെങ്ങനെ ദേശദ്രോഹമാകും എന്ന് ചോദിക്കുന്നു കോടതി. ദേശദ്രോഹമാകാൻ ഇടയില്ലാത്ത മുദ്രാവാക്യങ്ങളാണല്ലോ ഇവ. പിന്നെ എങ്ങനെ ഈ ദേശദ്രോഹമായി? സിറാജ് എന്ന പത്രത്തിൻ്റെ 1-ാം പേജ് വാർത്ത കാണുക. സചിത്ര വാർത്ത ഇങ്ങനെ പറയുന്നു: ആസാദി പ്രയോഗം കനയ്യക്കെതിരെ ഹർജി ഹൈക്കോടതി തള്ളി. രാജ്യദ്രോഹ കുറ്റം ചാർത്തപ്പെട്ട കേസിൽ ജാമ്യത്തിൽ കഴിയുന്ന JNU വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് കനയ്യക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ആരോപിച്ച് സ്വകാര്യ വ്യക്തി നൽകിയ പരാതി ദില്ലി ഹൈക്കോടതി തള്ളി. രാജ്യദ്രോഹമൊന്നുമല്ല ഇത് എന്ന്. എന്നാൽ ഈ മുദ്രാവാക്യത്തിനൊപ്പം തന്നെ ബ്രാഹ്മണിസത്തിൽ നിന്നുള്ള മോചനം എന്ന് കനയ്യ വിളിച്ചു. അതുകൊണ്ടും തീർന്നില്ല, സംഘപരിവാറിൽ നിന്നുള്ള മോചനം എന്നുകൂടി അദ്ദേഹം വിളിക്കുകയുണ്ടായി. ഈ 2 മുദ്രാവാക്യങ്ങളാണ് സംഘപരിവാറിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. കനയ്യ പറയുന്നു, ദേശസ്നേഹം എന്നാൽ മോദി സ്നേഹമല്ല എന്ന് നാം മനസ്സിലാക്കണം എന്ന അവസ്ഥയും കൂടി
സംജാതമായിരിക്കുന്നു. കനയ്യയെക്കുറിച്ച് പിണറായി വിജയൻ്റെ ഒരു പ്രസ്താവന, ഒരു പ്രസംഗ ഭാഗം ഇന്ന് മാധ്യമം അതിൻ്റെ അവസാന പുറത്ത് തരുന്നു. കനയ്യ അസഹിഷ്ണുതയുടെ ഇരയാണ് എന്ന് പിണറായി. JNU ഗവേഷക വിദ്യാർത്ഥി കനയ്യകുമാർ അസഹിഷ്ണുതയുടെ ഇരയാണ് എന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ഗുരുരത്നം ജ്ഞാനതപസ്വിയുടെ തിരഞ്ഞെടുത്ത ലേഖനങ്ങൾ പ്രകാശനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അപ്രകാരം പ്രസംഗിച്ചത്. ആക്രമണോത്സുക ഹിന്ദു ദേശീയത അടിച്ചേൽപ്പിക്കാൻ RSS ശ്രമിക്കുന്നതായി KN പണിക്കരുടെ നിരീക്ഷണവും അതേ പേജിൽ വാർത്തയാക്കി മാധ്യമം തരുന്നു. RSSന് മുഖ്യധാരയിൽ ഇടം നൽകിയത് അടിയന്തരാവസ്ഥയുടെ കാലഘട്ടം എന്നും KN പണിക്കർ നിരീക്ഷിക്കുന്നു. കൊളോണിയൽ വിരുദ്ധവും മതേതര ജനാധിപത്യ മൂല്യങ്ങളിൽ കെട്ടിപ്പടുത്തതുമായ ഉദാര ദേശീയതയെ ദുർബലമാക്കി പകരം തീവ്ര ഹിന്ദു ദേശീയത അടിച്ചേൽപ്പിക്കാൻ RSSൻ്റെ നേതൃത്വത്തിൽ ശ്രമം നടക്കുന്നതായി ചരിത്രകാരൻ KN പണിക്കർ പ്രസംഗിച്ച കാര്യമാണ് ദേശാഭിമാനിയുടെ മാധ്യമത്തിൻ്റെ അവസാനപുറം നമ്മോട് പറയുന്നത്. സരിതയെ പരിചയമില്ല, കണ്ടിട്ടില്ല എന്നൊക്കെയാണ് തമ്പാനൂർ രവി അന്വേഷണ കമ്മീഷൻ്റെ മുന്നിൽ മൊഴി നൽകിയത്. എന്നാൽ അന്വേഷണ കമ്മീഷൻ അതിന് വിരുദ്ധമായ തെളിവുകൾ മുന്നോട്ട് വെച്ചപ്പോൾ, അത്ര അപരിചിതരായ ആളുകളൊന്നുമല്ല നിങ്ങൾ എന്ന തെളിവുകൾ മുന്നോട്ട് വെച്ചപ്പോൾ തമ്പാനൂർ രവി ചൂളിപ്പോയ വാർത്ത പത്രങ്ങളിൽ നമുക്ക് തരുന്നു. ദേശാഭിമാനി വലിയ ചിത്രത്തോടെ ആ വാർത്ത നമുക്ക് എത്തിച്ചു തരുന്നു. ആ വാർത്തയിലേക്ക്, അത് കൗതുകരമായ വാർത്തയാണ്, നമുക്ക് സഞ്ചരിക്കാം. തമ്പാനൂർ രവിയുടെ കള്ളമൊഴികൾ കമ്മീഷൻ പൊളിച്ചടുക്കി. പരിചയമില്ലാത്ത സരിതയുമായി ഫോണിൽ സംസാരിച്ചത് 513 തവണ എന്നതിന് തെളിവ്. ഇനി പരിചയമോ മറ്റോ ഉണ്ടായിരുന്നെങ്കിലുള്ള ഗതി പറയേണ്ടതില്ല. സരിത S. നായരെയും സരിതയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണനെയും അറിയില്ലെന്ന തമ്പാനൂർ രവിയുടെ മൊഴി സോളാർ കമ്മീഷൻ തെളിവുകൾ നൽകി പൊളിച്ചു. 2015 ഫെബ്രുവരി 16 മുതൽ 2016 ജനുവരി 26 വരെ സരിതയുമായി 513 തവണയും ഫെനിയുമായി 16 തവണയും KPCC ജനറൽ സെക്രട്ടറി തമ്പാനൂർ രവി സംസാരിച്ചതിൻ്റെ ഫോൺ രേഖകൾ ഹാജരാക്കിയാണ് രവിയുടെ നുണകൾ കമ്മീഷൻ പൊളിച്ചടുക്കിയത് എന്ന് ഈ വാർത്ത നമ്മോട് പറയുന്നു. 50 വർഷം നീണ്ട സൈനിക ഭരണത്തിന് ശേഷം മ്യാൻമറിൽ ഒരു സിവിലിയൻ പ്രസിഡന്റ് അധികാരമേറ്റ നല്ല വാർത്തയാണ് പത്രലോകം ഇന്ന് നമുക്ക് തരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. സിറാജ് എന്ന പത്രം 1-ാം പേജിൽ ആ വാർത്ത സചിത്രമായി തരുന്നു. മ്യാൻമറിൽ സൂക്കിയുടെ വിശ്വസ്തൻ പ്രസിഡൻ്റായി. മ്യാൻമറിലെ ആദ്യ സിവിലിയൻ പ്രസിഡൻ്റായി ആങ് സാൻ സൂക്കിയുടെ വിശ്വസ്തനായ തിൻക്വ തിരഞ്ഞെടുക്കപ്പെട്ടു. മ്യാൻമർ പാർലമെൻറ്റിലെ ഇരു സഭകളും ചേർന്നാണ് തിൻക്വയെ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തത്. പോൾ ചെയ്ത 652 വോട്ടുകളിൽ 360 വോട്ട് നേടിയാണ് തിൻക്വ വിജയിച്ചത്. ഇനി സാൻ സ്യൂക്കി തന്നെയായിരിക്കും ബർമ ഭരിക്കുക എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുമ്പോൾ ഒരു കൊലപാതക വാർത്ത പത്രലോകം ഇന്ന് നമുക്ക് തരുന്നു. മാതൃഭൂമി, മനോരമ, കേരളകൗമുദി തുടങ്ങിയ പത്രങ്ങൾ 1-ാം പേജിൽ ചരിത്രമായി ആ കൊലപാതക വാർത്ത തന്നിരിക്കുന്നു. കേരളകൗമുദിയുടെ 1-ാം പേജ് കാണുക. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ മാതാപിതാക്കളുടെ മുന്നിലിട്ട് വെട്ടിക്കൊന്നു. 4 DYFI പ്രവർത്തകർ അറസ്റ്റിൽ. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ അക്രമി സംഘം കുടുംബാംഗങ്ങളുടെ മുന്നിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തി. കൊലപാതകത്തിന് പിന്നിൽ CPM ആണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ഏവൂരിൽ കോൺഗ്രസ് ഹർത്താൽ ആചരിച്ചു. കൊലപാതകവുമായി ബന്ധപ്പെട്ട് DYFI പ്രവർത്തകരായ പ്രകാശ്, ശരത്, സുനിൽ, അനീഷ് എന്നിവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നാണ് ഈ വാർത്ത പറയുന്നത്. ഇനി ഇന്നത്തെ കാർട്ടൂൺ. സോഷ്യലിസ്റ്റിലും തുല്യ വിഭജനത്തിലുമല്ല ഇപ്പോഴുള്ള ഭരണകൂടങ്ങൾ പൊതുവിൽ വിശ്വസിക്കുന്നത്. മറിച്ച് ചങ്ങാത്ത മുതലാളിത്തത്തിലും അനിയന്ത്രിത ചൂഷണത്തിലുമാണ് ഇന്ന് ലോകം വിശ്വസിക്കുന്നത് എന്ന് തോന്നും പലപ്പോഴും പല രാജ്യങ്ങളുടെയും പോക്ക് കാണുമ്പോൾ. ഈ പശ്ചാത്തലത്തിൽ നമുക്ക് ഈ കാർട്ടൂൺ ഒന്ന് കാണാം. ലോകം മുതലാളിത്തത്തിൻ്റെ തുറന്ന മനസ്സാണ് നാം കാണുന്നത്. അവിടെ അസംഖ്യം കുരുക്കുകളിലൂടെ ഭരണം നടക്കുമ്പോൾ കാണുക ബാങ്കിൻ്റെ മുൻവാതിലിലൂടെ ലോണുകളുമായി സുഗമമായി പോകുന്ന തട്ടിപ്പുകാരുടെ കാർട്ടൂൺ. ഒരുപക്ഷെ ഇന്ത്യയുടെ അടിയന്തര സാഹചര്യം, വലിയ അടക്കമുള്ളവരുടെ സാഹചര്യം ദ്യോതിപ്പിക്കുന്ന കാർട്ടൂൺ കേശവ് ഇന്ന് ഹിന്ദുവിൽ നമുക്ക് തരുന്നു. ഇനി ഇന്നത്തെ ചിത്രം. ഉള്ളിയുടെ വിലമാറ്റത്തിനനുസരിച്ചാണ് കേന്ദ്രഭരണം പലപ്പോഴും ആടിക്കളിക്കുന്നത്. ബോംബെയിൽ ഉള്ളി വില കയറിയാൽ ദില്ലിയിൽ ഭരണം വിറയ്ക്കും. അതാണ് അവ തമ്മിലുള്ള ബന്ധം.
നമുക്ക് ഈ ചിത്രം ഒന്ന് കാണാം, ഉള്ളിയുടെ ചിത്രം. ഈ ഉള്ളി ഇവിടെ നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമോ? തിരുവനന്തപുരത്ത് ആനയറ വേൾഡ് മാർക്കറ്റിൽ ഗ്രോ ബാഗിൽ വിളഞ്ഞ ഉള്ളിയുടെ അത്ഭുതകരമെന്ന് പറയട്ടെ, ഗ്രോ ബാഗിൽ വിളഞ്ഞ ഉള്ളിയുടെയും അത് ഉൽപ്പാദിപ്പിച്ച കർഷകരുടെയും ചിത്രം മെട്രോ മനോരമ ഇന്ന് നമുക്ക് തന്നിരിക്കുന്നു. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം ഇവിടെ സമാപിക്കുകയാണ്. നൈസ് ഡേ, ഗുഡ് ബൈ.